Hello everyone, welcome back to the channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GMAT 401 മാത്തമാറ്റിക്സ് പേപ്പർ അതിലെ ഫസ്റ്റ് മോഡ്യൂളിൽ ഗ്രാഫ് തിയറിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ഈസ് n into n minus 1 by 2. പറഞ്ഞിരിക്കുന്നത് the maximum number of edges in a simple graph with n vertices is n into n minus 1 by 2 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, n വെർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫിൽ വരാവുന്ന എഡ്ജസിന്റെ എണ്ണം, മാക്സിമം എഡ്ജസിന്റെ എണ്ണം എന്ന് പറയുന്നത് n into n minus 1 ആണ്, ബൈ 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സിമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്യണം. സിമ്പിൾ ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞാണ്. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് എനി സെൽഫ് ലൂപ്സ് ഓർ ദ പാരലൽ എഡ്ജസ്. അപ്പോൾ അതിനകത്ത് സെൽഫ് ലൂപ്സോ അല്ലെങ്കിൽ പാരലൽ എഡ്ജസോ ഉണ്ടാകില്ല. സോ അങ്ങനെയുള്ളൊരു സിമ്പിൾ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിന് n വെർട്ടിസസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. അതിന് n വെർട്ടിസസ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം അത് അറ്റ്മോസ്റ്റ് n-1 വെർട്ടിസസ് ആയിട്ട് അഡ്ജസൻ്റ് ആണ്. അറ്റ്മോസ്റ്റ് n-1 വെർട്ടിസസ് ആയിട്ട് അഡ്ജസൻ്റ് ആണ്. കാരണം എന്താ? അതിന് n വെർട്ടിസസ് ആ ഗ്രാഫിനുണ്ടെങ്കിൽ അതിനെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ വെർട്ടിസസുമായിട്ട് അറ്റ്മോസ്റ്റ് n-1 ബാക്കിയുള്ള n-1 വെർട്ടിസസുമായിട്ട് അഡ്ജസൻ്റ് ആയിരിക്കും. അതായത് അത് തമ്മിലുള്ള എഡ്ജസ് ഉണ്ടായിരിക്കും. അറ്റ്മോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഈസ് അറ്റ്മോസ്റ്റ് n-1. അത് വേറെ തരത്തിൽ പറഞ്ഞാൽ ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് n-1 ആയിരിക്കും. ഓക്കെ, അറ്റ്മോസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം n-1 വരെ വരാം, അതിൽ താഴെ വരാം, അല്ലെങ്കിൽ മാക്സിമം വരാവുന്ന വാല്യൂ n-1 ആണ് ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ദ ഡിഗ്രി ഓഫ് ഈച്ച് വെർട്ടെക്സ് ഈസ് അറ്റ്മോസ്റ്റ് n-1 ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് n വെർട്ടിസസ് ഉള്ള ഗ്രാഫാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഡിഗ്രി സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ n വെർട്ടിസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി സം എന്ന് പറയുന്നത് എന്തായിരിക്കും? n into n-1 ആയിരിക്കും. n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം n-1നെ. അപ്പോൾ ടോട്ടൽ ഡിഗ്രി സം എന്ന് പറയുന്നത് n into n-1 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ പഠിച്ചിരുന്നു. ടോട്ടൽ ഡിഗ്രി സം ഫോർമുല പഠിച്ചിരുന്നു. എന്തായിരുന്നു? ടോട്ടൽ ഡിഗ്രി സം എന്ന് പറയുന്നത് 2e ഇക്വലന്റ് ആണ്. അതായത് സിഗ്മ i ഈക്വൽ ടു 1 to n d ഓഫ് vi എന്ന് പറയുന്നത് 2e ഇക്വലന്റ് ആണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നോക്കി, ഈ n into n-1 എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? ഡിഗ്രി സമ്മിന് ഇക്വലന്റ് ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് 2e നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. അപ്പൊ അടുത്ത ഇതിൽ നമ്മൾ 2e ആയിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണത്. അതായത് സിഗ്മ i ഈക്വൽ ടു 1 to n d ഓഫ് vi എന്ന് പറയുന്നത് 2e ആണ്. അതിനെ 2e ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ n into n-1 ഈക്വൽ ടു 2e. ഓക്കെ, n into n-1 ഈക്വൽ ടു 2e. അതിൽ നിന്ന് e ഈക്വൽ ടു എഴുതിയാൽ n into n-1 by 2. e എന്ന് പറഞ്ഞാൽ എന്താ? ആ ഗ്രാഫിലുള്ള എഡ്ജസിന്റെ എണ്ണമാണ്. സോ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n into n-1 by 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫ്, സിമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്താൽ അതിന്റെ എഡ്ജസിന്റെ എണ്ണം, മാക്സിമം വരാവുന്ന എഡ്ജസിന്റെ എണ്ണം എന്ന് പറയുന്നത് n into n-1 by 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെ പ്രൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. Prove that there is no simple graph on 4 vertices, 3 of which have degree 3 and the remaining vertex has degree 1. Question എന്താ പറഞ്ഞിരിക്കുന്നത്? Prove that there is no simple graph. ഇങ്ങനെ ഒരു സിമ്പിൾ ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയുള്ളത്? ഓൺ 4 വെർട്ടിസസ്, 4 വെർട്ടെക്സ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? 3 of which have degree 3, അതിൽ 3 എണ്ണത്തിന് ഡിഗ്രി 3യും ആൻഡ് ദ റിമൈനിങ് വെർട്ടെക്സ്, റിമൈനിങ് ആയിട്ടുള്ള ഒരെണ്ണത്തിന് വെർട്ടെക്സ് ഡിഗ്രി, അതിന്റെ ഡിഗ്രി 1 ആകത്തക്ക വിധത്തിൽ ഒരു സിമ്പിൾ ഗ്രാഫ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ നെഗേഷൻ വിചാരിക്കും. അതായത് ഇങ്ങനെ ഒരു സിമ്പിൾ ഗ്രാഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വിചാരിക്കാം. എന്നിട്ട് അതിനൊരു കോൺട്രഡിക്ഷൻ പാർട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫ് തിയറിയിൽ ചില പ്രോബ്ലംസ് എല്ലാം ഡയറക്റ്റ് പ്രൂവ് ചെയ്യാതെ അതിന്റെ നെഗേഷൻ രീതിയിൽ ചിന്തിച്ച് അതിനൊരു കോൺട്രഡിക്ഷൻ കൊണ്ടുവന്നിട്ട് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് അതുപോലൊരു പ്രോബ്ലം ആണ്. ഇങ്ങനെ ഒരു സിമ്പിൾ ഗ്രാഫ് ഫോം ചെയ്യാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ എടുക്കുക? അങ്ങനെ ഒരു സിമ്പിൾ ഗ്രാഫ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എടുക്കുക. അതായത് 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്, സിമ്പിൾ ഗ്രാഫ്, അതായത് v1 v2 v3 v4 എന്ന് പറയുന്ന വെർട്ടെക്സുകളുള്ള ഒരു സിമ്പിൾ ഗ്രാഫ് G നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. കണ്ടീഷൻസ് എന്താ?
ഫസ്റ്റ് വെർട്ടെക്സിന്റെ ഡിഗ്രി 1 ആണ്. ഡി ഓഫ് V1 എന്ന് പറഞ്ഞ 1 ആണ്. ബാക്കിയുള്ള വെർട്ടെക്സുകളുടെ എല്ലാം ഡിഗ്രി എന്താണ് 3 ആയിട്ട് എടുത്തു. അപ്പോൾ ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രി 1ഉം ബാക്കിയുള്ള വെർട്ടെക്സുകളുടെ എല്ലാം ഡിഗ്രി 3യും വരുന്ന രീതിയിൽ ഒരു സിമ്പിൾ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരെണ്ണം ഫോം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയേണ്ടത്, പക്ഷെ ഇങ്ങനെ ഒന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും നോക്കി. ഡി ഓഫ് V2 എന്ന് പറയുന്നത് 3 ആന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഡിഗ്രി ഓഫ് V2 എന്ന് പറഞ്ഞാൽ 3 ആന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഒരു V2 എന്നുള്ളൊരു വെർട്ടെക്സ് ഞാനിവിടെ വരച്ചാൽ അതിന്റെ ഡിഗ്രി 3 എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന 3 എഡ്ജസ് ഉണ്ടെന്നല്ല എന്റെ മീനിങ്, അല്ലെ? 3 എഡ്ജസ് അതിനകത്തേക്ക് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിഗ്രി ഓഫ് V2 എന്ന് പറഞ്ഞാൽ 3 എന്നും മീൻ ചെയ്യുന്നത്. അപ്പൊ വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താ? ഇതിലേക്ക് എഡ്ജസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്ജസന്റ് ടു 3 അതർ വെർട്ടിസസ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത ഗ്രാഫിൽ V1, V2, V3, V4 വെർട്ടിസസ് മാത്രമുള്ള ഗ്രാഫാണ് കൺസിഡർ ചെയ്തത്. V2ന്റെ ഡിഗ്രി 3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ബാക്കിയുള്ള 3 വെർട്ടിസസ്, അതായത് V1, V3, V4 ഈ 3 വെർട്ടെക്സുമായിട്ട് ഈ V2 അഡ്ജസന്റ് ആണ്. ഓക്കെ, അതുപോലെ ഡി ഓഫ് V3 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് അഡ്ജസന്റ് ടു V1, V2, V3. മുമ്പേ പറഞ്ഞ അതേ റീസൺ ഉപയോഗിച്ച് ഡി ഓഫ് V3 എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? വെർട്ടെക്സ് V3യുടെ ഡിഗ്രി 3 ആണ്. അതായത് ഈ V3 എന്ന് പറയുന്നത് ബാക്കിയുള്ള 3 വെർട്ടെക്സുമായിട്ട് അഡ്ജസന്റ് ആണ്, അല്ലെങ്കിൽ എഡ്ജസ് ഫോം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 3 വെർട്ടെക്സ് ആരാണ്? V1ഉം V2ഉം V4ഉം ആണ്. സോ വി ക്യാൻ സേ ഡി ഓഫ് V3 ഈക്വൽ ടു 3 മീൻസ് ഇറ്റ് ഈസ് അഡ്ജസന്റ് ടു V1, V2 ആൻഡ് V4. അപ്പോൾ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നോക്കി, ആദ്യം പറഞ്ഞതിൽ നിന്ന് കിട്ടി നമുക്ക് V2 ഈസ് അഡ്ജസന്റ് ടു V1, V3, V4 എന്ന് കിട്ടി. ഓക്കെ, V3 ഈസ് അഡ്ജസന്റ് ടു V1, V2, V4 എന്ന് കിട്ടി. ഇത് നോക്കി, ഈ V1 എന്ന് പറയുന്നത് ബോത്ത് V2നോടും V3യോടും അഡ്ജസന്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത്. നോക്കി, V1 എന്ന് പറയുന്നത് V2നോടും V3യോടും അഡ്ജസന്റ് ആയിട്ടാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, V1 ഈസ് അഡ്ജസന്റ് ടു ബോത്ത് V2 ആൻഡ് V3. അതിന്റെ മീനിങ് എന്താ? V1 എന്ന് പറയുന്ന വെർട്ടെക്സ് V2 ആയിട്ടും V3 ആയിട്ടും അഡ്ജസന്റ് ആണെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഈ V1 നിന്ന് V2യിലേക്കും V3യിലേക്കും എഡ്ജ് ഉണ്ടെന്നല്ലേ? അതായത് ഡിഗ്രി ഓഫ് V1 എന്ന് പറയുന്നത് എന്താണ്? 2നേക്കാൾ കൂടുതലാവാം, അല്ലെങ്കിൽ 2 ആകാം, മിനിമം 2 എങ്കിലും ആകാം, 2നേക്കാൾ മുകളിലും ആകാം. അതല്ലേ മീനിങ്? ഡി ഓഫ് V1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്ത ഗ്രാഫ് സിമ്പിൾ ഗ്രാഫ് എങ്ങനെയുള്ള ഗ്രാഫായിരുന്നു? ഡി ഓഫ് V1 എന്ന് പറയുന്നത് 1 ആകുന്ന രീതിയിലുള്ള ഗ്രാഫാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. അതായത് ഡി ഓഫ് V1 എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ, അങ്ങനെയുള്ള ഗ്രാഫ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? ഡി ഓഫ് V1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺട്രഡിക്ഷൻ ആണ്. അതായത് നമ്മുടെ അസംഷൻ, നമ്മൾ അസ്യൂം ചെയ്ത കാര്യത്തിന് ഒരു കോൺട്രഡിക്ഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് മീനിങ് എന്താണെന്നറിയോ? നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവിടെ ഒക്കർ ചെയ്യില്ല, അല്ലെങ്കിൽ ഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സിമ്പിൾ ഗ്രാഫ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല, അതാണ് മീനിങ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.